ജയസ് വെറൈറ്റി പ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാമ്പയും പഴം ചാമ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടേ പുഴു ഇല്ല കേട്ടോ. ആരെന്നൊക്കെ പറഞ്ഞു പുഴുവിനെ നോക്കും കേട്ടോ. ഈ നടുക്കത്തെ ഇവിടുത്തെ സാധനമൊക്കെ കളഞ്ഞിട്ടാണ് തിന്നുന്നത്. പുഴുവിനെ നോക്കും. കൊതി താഴെ പോയി കൊതി താഴെ. അപ്പം ജയാസ് വെറൈറ്റി പ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ തയ്യാറെടുപ്പിന് ഞാൻ മുഖമൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. അത് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അറിയാൻ മേലാത്തവരുണ്ടെ വന്ന് ഓടി വന്നിട്ട് എൻ്റെ വീഡിയോയിലോട്ട് കയറിയിരുന്നു കേട്ടോ. കണ്ടിട്ട് അടുത്തവരുടെ വീഡിയോയിലോട്ട് പൊക്കോ, അതിനൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. അതും പറഞ്ഞ് വിശേഷങ്ങളുടെ തയ്യാറെടുപ്പുകളും പറയുന്നുണ്ട്. പാചകമുണ്ട്, വാചകമുണ്ട്, എല്ലാം ഉണ്ട്. വാചകമില്ലാത്ത കാര്യം നമുക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നത് ലൈക്ക് ചെയ്യണം. ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലിട്ട് പോയേക്കാം. അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കുളിച്ചില്ല കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളെ എൻ്റെ മുഖത്തിൻ്റെ പാടിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പിഗ്മെൻറ്റേഷൻ, കുത്ത്, ഇതിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇഷ്ടംമാതിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോയിൽ പോകാൻ എല്ലാവർക്കും മടിയാണ്. മടിച്ചുകള എല്ലാവരും എന്ന് എനിക്ക് മനസ്സിലായി. അതിനകത്തൊരു കുറ്റവും ഞാൻ പറയുന്നില്ല. പുതിയ പുതിയ വീഡിയോസിനകത്തല്ലേ എല്ലാവർക്കും നോക്കാനൊക്കെ ഒരിത് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ചെയ്യുന്ന ദിവസമാണ്. ഞാൻ പറഞ്ഞില്ലേ നാളത്തെ കാര്യം ഒന്ന് ഫിക്സ് ചെയ്തു കേട്ടോ. നാളത്തെ കാര്യം ഫിക്സ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ കുറയ്ക്കുന്നേ, നമ്മുടെ മുഖം ഇച്ചിരി വെളുത്തൊക്കെ ഇരിക്കണ്ടേ. അതുകൊണ്ട് മുഖം നന്നായിട്ട് സോപ്പിട്ട്, ഏത് സോപ്പാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് സോപ്പിട്ട് കഴിയതിന് ശേഷം നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ, ബ്രൂ ആണേലും സാധാ കാപ്പിപ്പൊടിയാണേലും ഏത് കാപ്പിപ്പൊടിയാണേലും നമുക്ക് മതി കേട്ടോ. നമ്മളൊക്കെ സാധാരണ ആൾക്കാരാ, ബ്രൂ തന്നെ വേണമെന്നൊന്നുമില്ല. ബ്രൂ അപ്പം വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൂ എടുക്കുക. സാധാ കാപ്പിപ്പൊടി അരിക്കുന്നെങ്കിൽ സാധാ കാപ്പിപ്പൊടി എടുക്കുക. കാപ്പിപ്പൊടി, ശകലം പഞ്ചസാര, ഞാൻ നിങ്ങളെ കാണിക്കാം, ഇവിടെ എല്ലാം കൂടെ കൊണ്ടുവച്ചേക്കുവാണേ. ഇച്ചിരി നാരങ്ങാ നീര്. എന്നാ പോയച്ചേട്ടോ പറഞ്ഞിട്ടോ. നാളെ ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റിന് വേണ്ടി കേക്കും പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ഡെസ്കും ബെഞ്ചും കസേരയൊക്കെ വേണ്ടേ. അപ്പൊ അതൊന്ന് പോയി നോക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറയാൻ ഇപ്പഴാ ഫിക്സ് ചെയ്തേനെ. ഇപ്പോഴാണ് നമ്മള് അന്തിമ തീരുമാനം, അതായത് 100% ആക്കാനായിട്ട് ഇപ്പോഴാണ്. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞ ഒരു 60-65 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ചേട്ടൻ എല്ലാം ആലോചിച്ചപ്പം ഇപ്പോഴാണ് ചേട്ടൻ ഫിക്സ് ചെയ്തത്. അതാണ് നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയാൻ കേട്ടോ. അപ്പം ഇപ്പൊ ചേട്ടൻ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ പോവാണ്. ഞാനിവിടെ ഒരുങ്ങുവാണ്. അതെ, ഓക്കെ. അപ്പൊ പോയിട്ട് വരാം. ശരി, പോയിച്ചോ കേട്ടോ. അപ്പൊ നമ്മുടെ നാരങ്ങ നീരും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. പിന്നെ നമുക്ക് ശകലം പാല് കേട്ടോ. പാലല്ലെങ്കിൽ റോസ് വാട്ടർ ആണേലും മതി കേട്ടോ. നമ്മുടെ പനിനീരില്ലേ, മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ. പനിനീരുണ്ടെങ്കിൽ പനിനീര് എല്ലാം കൂടെ മിക്സഡ് ആക്കുവാണേ നന്നായിട്ട്. ഇത് ഇച്ചിരി നേരം മിക്സഡ് ആക്കി ഇത് അലുത്താൻ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇച്ചിരി ക്ഷമയോട് കൂടിയൊക്കെ ചെയ്യണം, അല്ല പറ്റത്തില്ല. തേച്ച് കൊടുക്കാവേ. തേക്കുമ്പം വല്ല എന്തെങ്കിലും കുറവുണ്ടെ പാലിനെ വീണ്ടും ഒഴിക്കുക കേട്ടോ. നാരങ്ങാ നീരൊന്നും ഒഴിക്കണ്ടേ, പാലൊഴിച്ച് വെച്ചാൽ മതി. എൻ്റെ അതിനകത്ത് ഇച്ചിരി മിക്സ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് എല്ലാവരും പാവങ്ങളെല്ലാം പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മുടെ മക്കളെല്ലാം നമ്മുടെ ഒരുപോലല്ലേ അല്ലേ. നമ്മുടെ മക്കളൊക്കെ നമുക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെ. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ മക്കളും, യൂട്യൂബിൽ തന്നെയല്ല നമുക്കല്ലാത്തവരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മളെയൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. യൂട്യൂബിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബിലല്ലാത്തവർ എല്ലാവരുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഴപ്പം ആർക്കും മക്കൾക്ക് വേണ്ടി തന്നെ അല്ല, അവരല്ലേ കൂടുതൽ ഈ വായിക്കുമൊക്കെ എടുത്ത് ഓടുന്നത് അല്ലേ. മോന് വ്യത്യാസമുണ്ട് കേട്ടോ. വേറെ കൂടുതലായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ കറക്റ്റ് ചിട്ടയായിട്ട് തന്നെ മരുന്നെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്ത അവന്റെ കാര്യം ഇപ്പൊ നോക്കിക്കേ, പ്രേത ലുക്ക്. അപ്പൊ ഇത് ഇരുന്ന് 10 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്ക് കാണാവേ.
ഒക്കെ ആയി കേട്ടോ. പ്രേതം നിങ്ങൾ കണ്ടോ പ്രേതത്തിനെ? അപ്പൊ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ 10 മിനിറ്റ് ആയില്ലേ, നമ്മൾ കയ്യലിച്ചിരി വെള്ളം തടവിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ആയിട്ട് ശരിക്കും കേട്ടോ, നന്നായിട്ട് സ്ക്രബ് ചെയ്യണേ. ഇത് ഇങ്ങനെ വേണം കേട്ടോ. എനിക്ക് കൂടുതൽ അറിവ് ബ്യൂട്ടീഷ്യൻ ഇതിലില്ല. ഇതൊക്കെ ചെയ്ത് എനിക്ക് എഫക്റ്റ് ആയത് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്ക് കമന്റ് ഇട്ടു, ചേച്ചി മേളിലോട്ടെ ഇങ്ങനെ ചെയ്യാവുള്ളൂന്ന് തടവുന്നത് കേട്ടോ. അതൊക്കെ നല്ല കാര്യം. എനിക്ക് അറിവുള്ളൊക്കെ പറഞ്ഞു തരണേ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും അറിവില്ലല്ലോ. ഒക്കെ ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യുന്നവർക്കല്ലേ. അല്ലെ പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നവരായിരിക്കണം. നമ്മൾ ഒന്നിനും പോകാൻ, നമ്മൾ ആകെ ഐബ്രോസ് എടുക്കാൻ മാത്രം. അതിപ്പോ നമ്മുടെ ഇവിടെ ഉള്ള തന്നെ ഒരു വീട്ടിലാണ് പോകുന്നത്. അല്ലാണ്ട് നമ്മൾ മുഖത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഒരു വകയും ഞാൻ എൻ്റെ ടിപ്സ് അല്ലാണ്ട് ഒരു വകയും ചെയ്യാറില്ല. പക്ഷെ എനിക്കിത് സ്യൂട്ടബിൾ ആണ്. ആ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി. എപ്പോഴും ഒന്നും കാപ്പിപ്പൊടി ഇട്ട് മുഖത്തൊന്നും ഇങ്ങനെ കാണിക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നെയെന്ന് പറയാം, ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് പല്ലും തേച്ചെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും തക്കാളി നമ്മുടെ വീട്ടിൽ കാണണം കേട്ടോ. അങ്ങനെയൊക്കെ പാട് കുറയുന്നത് കേട്ടോ. ഇത് മുഖം വെളുക്കുകയും കൂടെ ചെയ്യും. അതിനാണ് പാടിനും മുഖം വെളുക്കാനും കൂടെ. ഇനി നമ്മുടെ പഴയ ക്ലാസ്സിലെ കുട്ടികളുണ്ടല്ലോ, എന്നെ കൊല്ലും ഇതൊക്കെ കാണിച്ച. നമ്മുടെ കലച്ചേച്ചിയൊക്കെ ഏറ്റവും പുറകെ ഇപ്പൊ ഇരുന്നാ മതി കേട്ടോ. മുമ്പിലൊന്നും വന്നിരിക്കണ്ട, എന്നെ ചീത്ത വിളിക്കും. കലച്ചേച്ചി, യമ്മി കിച്ചൻ, പിന്നെ അഷ്ടാദ, പിന്നെ ആരാ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടേ. അവരൊക്കെ എന്നെ ഇപ്പം ഒന്ന് കുഴിച്ചിടും. ശ്രീജൂസ് കിച്ചൻ. അപ്പം ഇനി നമുക്കിത് കഴുകാം, തുടച്ചെടുക്കാം. തുടച്ചിട്ട് അടുത്ത പായ്ക്കിടാം. ഇപ്പൊ തന്നെ നോക്ക്, കണ്ടോ വ്യത്യാസം? കണ്ടോ? നിങ്ങൾ ശരിക്കും പറഞ്ഞ ഈ വ്യത്യാസം കാണണം. ഇതേ ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഈ മുഖം മാത്രം ചെയ്ത് വെച്ച് മുഖത്ത് വേറൊരു കളറും കഴുത്തേ വേറൊരു കളറുവാ. ശരിക്കും അങ്ങനെ ആവരുത് നിങ്ങൾ കേട്ടോ. എനിക്ക് മടിയാ. ഞാൻ എന്നാന്നറിയാം, കഴുത്ത തേക്കത്തേ ഇല്ല. അതെ കണ്ടാ. അപ്പൊ ഇത് തുടച്ചിട്ട് നമുക്ക് അടുത്ത പായ്ക്കിടാവേ. നല്ലതായിട്ടൊന്ന് തുടക്കട്ടെ. വീഡിയോ നീണ്ടു അതായി കാണിക്കാത്തത്. അതെ മെഴുക്കോരട്ടി ആയെങ്കിൽ നിർത്തിയാലും നിർത്തിയാലെന്നാ. മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ചീര അവിയലും കോവയ്ക്കായും മെഴുക്കോരട്ടി നീളത്തിലരിഞ്ഞ്. അതാണ് ദേ മുഖമൊക്കെ തുടച്ച് വന്നു ഞാൻ കേട്ടോ. നിങ്ങളുടെ ജയ വന്നു നിങ്ങളുടെ മുമ്പിൽ. അടുത്ത പായ്ക്ക് നമുക്ക് കാപ്പിപ്പൊടി വീണ്ടും എടുക്കുക. കാപ്പിപ്പൊടി കുറച്ചേറെ അങ്ങ് മേടിച്ച് വെച്ചോ, 1 കിലോ കേട്ടോ. കാരണം കാപ്പിപ്പൊടി വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് പോകുന്ന എടുക്കുന്ന കണ്ട നമ്മുടെ ആണുങ്ങൾ ചിലപ്പോൾ പറയും, നോക്കുന്നവരാണെങ്കിൽ. ഇവിടെ നോട്ടമൊന്നുമില്ല. കാപ്പിപ്പൊടി, തക്കാളി നീര് പായ്ക്കിടാനുള്ളതാണേ. തക്കാളി നീര്, തക്കാളി ഇഷ്ടം മാതിരി മേടിച്ചു വെച്ചോ കേട്ടോ. കാരണം ഉണ്ടല്ലോ, തക്കാളി നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും വെളുപ്പിക്കാനും നല്ല പാടെല്ലാം നീക്കം ചെയ്യാനുള്ള. ഡെയിലി തക്കാളി അങ്ങ് തേച്ചു. സൂപ്പറാണ് കേട്ടോ. പാല്, ഇച്ചിരി പാലും കൂടെ, പാലോ റോസ് വാട്ടറോ കേട്ടോ, പനിനീരോ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. തക്കാളി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാന്ന് പല്ലൊക്കെ തേച്ചിട്ട്, അതല്ലേ പറഞ്ഞു വന്നത്, പിന്നെ കഥ പോയി. പല്ലൊക്കെ തേച്ചിട്ട് തക്കാളിയെ വെറുതെ മുഖത്തോട്ട് തേച്ചങ്ങ് പിടിപ്പിക്കും. പിന്നെ കുളിക്കാൻ പോകുന്ന സമയത്താണ് അത് സാധാരണ കുളിച്ചാണ് അത് കളയുന്നത്. സോപ്പൊക്കെ തേക്കാം കേട്ടോ. ഞാൻ സോപ്പൊക്കെ തേക്കും കുളിക്കുമ്പോൾ. അതുവരെ ആ മുഖത്തങ്ങ് പിടിച്ചല്ലോ, അപ്പോൾ സോപ്പൊക്കെ തേക്കാം. നരയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ലെന്നേ. ഞാൻ പിള്ളേരെ എല്ലാവരും എന്നോട് ചോദിക്കുന്നില്ലേ നരയുടെ കാര്യം. എനിക്ക് അങ്ങോട്ടേ അറിയത്തില്ല നര എങ്ങനെയാ പോകുന്നതെന്നുള്ളത് കേട്ടോ. എവിടെയും ആരെങ്കിലും എനിക്ക് അറിവുള്ളവര്, ഞാൻ അതിനെ കണ്ട് ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുവാണ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ നര മാറുന്ന? നരയെന്ന് പറഞ്ഞാൽ മാറത്തില്ല, നര കറുപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ട്. ഇത് ചുണ്ടത്തും തേക്കാം കേട്ടോ. എന്റെ ചുണ്ടിന് വേണ്ടി ദൈവത്തെയാണ് ഒന്നും ചെയ്തിട്ടില്ല. ചമന്ന് തുടുത്തല്ലേ ഇരിക്കുന്നല്ലേ.
നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലോ എന്റെ കാര്യം കേട്ടിട്ട്. ഞാൻ ഈ പാടിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ചുണ്ടിന്റെ കാര്യമൊന്നും. ചുണ്ടൊക്കെ നോക്കിയാൽ അതുപോലെ ശരിക്കും വല്ലതൊക്കെ മാറ്റം വരുമായിരിക്കും. ഞാൻ ഇന്നും വരെ നോക്കിയിട്ടില്ല. ഇടയ്ക്കൊക്കെ അങ്ങാണ്ടൊക്കെ ഇങ്ങനൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റോ 15 മിനിറ്റോ ഇരുന്ന് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ കഴുകുക. അപ്പം നമുക്ക് കാണാം. എന്നിട്ട് എനിക്ക് പോയി കുളിക്കണം, ചീരവേര് വെക്കണം, ഇത്തിരി പണിയാണ്. അപ്പൊ നമുക്ക് 10, 15, 20 മിനിറ്റ് ആയി കേട്ടോ. ഇഷ്ടമുള്ളത് വെക്കാം, ഉണങ്ങിക്കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് തുടച്ചെടുത്തേക്കാം, എന്നിട്ട് പോയി കുളിക്കാം. കുളിച്ചിട്ട് നമുക്ക് അടുപ്പും പാതകത്തിന്റെ അവിടെ കാണാം. നോക്കിക്കേ വ്യത്യാസം കണ്ടോ? തിരുനെൽവേലിക്കാരി പുള്ളിക്കാരി മോൾക്ക് കറപ്പ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വന്നു. ഇത് ഒന്ന് കാണിച്ചു തരാം. തേക്കുന്നുണ്ടോ മോള്? തേച്ചോ? മുഖത്ത് തേച്ചോ? തക്കാളി നീരും ഡെയിലി അങ്ങോട്ട് തേക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് തക്കാളി നീരും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാവും. കറുപ്പിനകത്ത് കാര്യമൊന്നും ഇല്ലെന്നും കൂടെ ഞാൻ പറയാം കേട്ടോ. പിന്നെ എല്ലാവർക്കും പിള്ളേർക്ക് ആ പ്രായത്തിലൊക്കെ ഈ മുതുക്കിയായി ഇത്രയായി എനിക്ക് വെളുക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പം കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ അല്ലേ? പണ്ടെല്ലാരും എന്നെ കറമ്പി കറമ്പിന്നായിരുന്നു വിളിക്കുന്നത്. അപ്പം എന്നെ കറമ്പി എന്ന് വിളിക്കുന്ന ഒരു ശ്യാമള ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. നമ്മുടെ കസിൻ തന്നെയാണേ, കുറച്ചകന്ന ഇതുള്ള ബന്ധം, അച്ഛൻ്റെ വീട്ടുകാരൻ. പുള്ളിക്കാരിയെ ഇന്നാള് വന്നപ്പോഴത്തേക്കുണ്ടോ എന്നെ ഇങ്ങനെ നോക്കിയിടുക. എടി ഇങ്ങനെ വിളിക്കാൻ പറ്റും. എടി നിന്നെ ഞാൻ ഇനി അങ്ങനെ കറമ്പിന്ന് വിളിക്കുന്നത്. നീ എന്നാടി ചെയ്തത്? നീ വെളുത്തടി, നീ നിന്റെ ആ കറുപ്പെല്ലാം പോയടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്കല്ലേ തന്നെ എല്ലാരും പറഞ്ഞറിയാവേ. അപ്പൊ ഞാൻ നല്ലതായിട്ട് കഴുകി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പൊ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് എന്റെ മുഖം നോക്കിക്കേ. കഴുത്തൊരു കളറും മുഖം ഒരു കളറും. കഴുത്തലൂടെ തേക്കണം കേട്ടോ. അല്ല ഇതുപോലെ ഇരിക്കും. ഞാൻ കഴുത്ത തേക്കാറില്ലല്ലോ. കഴുത്ത തേക്കാറില്ലാത്തോണ്ടാണ് എന്റെ രണ്ടായിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ജീവിതത്തിൽ ഞാൻ ഒന്നിനും ബ്യൂട്ടി പാർലറിൽ പോവാറില്ല കേട്ടോ. പോയി ഒരു വീട്ടിൽ പോകുക എന്നതിനാന്ന് വെച്ചാൽ ഐബ്രോസ് എടുക്കാൻ. അപ്പൊ നമുക്കിനി ചീരവേര് വെക്കാം. മെഴുക്കുവരട്ടിയൊക്കെ ആയി കേട്ടോ. നമ്മൾ അതിനൊക്കെ പോയതുകൊണ്ട് മെഴുക്കുവരട്ടിയായി. ചീരവേലിനുള്ള കഷ്ണവും ഇതൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജു ചക്കക്കുരുവും ഇതും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചക്കക്കുരുവിനെ തണ്ടിനെ എല്ലാം കൂടെ അടിയിലിട്ട് കൊടുക്കാം എന്ന് നമ്മുടെ പ്രായമുള്ളവരുടെ ആൾക്കാർ പറയും. അതൊക്കെ കുറെയൊക്കെ കറക്റ്റ്. അവരെ പുച്ഛിക്കൊന്നും വേണ്ട, എല്ലാം കറക്റ്റാണ്. ഇപ്പൊ ഉള്ളവരെല്ലാം പുച്ഛിച്ച് നേരെ കീഴോട്ടാ പോകുന്നത് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ചിലതൊക്കെ ചുമ്മാ അടിച്ചു വിടും അവര് കേട്ടോ. ചിലതൊക്കെ പഴമക്കാർ പുളു ഒഴിക്കും. അങ്ങനെ ചെയ്താലേ അത് ശരിയാവുള്ളൂ. പക്ഷെ ഇതൊക്കെ കറക്റ്റ്. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പണ്ടുള്ളവര് പറയുന്ന പഴഞ്ചൊല്ലുകളൊക്കെ കറക്റ്റാ കേട്ടോ. നമ്മളെന്നാ ഇച്ചിരി വെള്ളം വേണം കേട്ടോ. പിന്നെ ആൾക്കാരെല്ലാം എന്നോട് ചോദിച്ചു, ചേച്ചിയെ കുക്കറിനകത്തോട്ട് ഇത്രയും അടിക്കണോ വിസില ഈ ചീരയ്ക്ക്? ചീരയുടെ ഇലക്കൊക്കെ നല്ല വേവുണ്ടെന്നേ. ഇവിടെ വെന്ത് നല്ലതായിട്ട് അവിയൽ നല്ല തേൻ പോലെ വെന്തിരിക്കണം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലെ ചിലപ്പോൾ വേഗാതെ കിടക്കും. അതിനാണ് ഞാൻ കുറച്ചു നേരം കുക്കറിനകത്തിട്ട. പിന്നെ ഈ കുക്കറിൽ കുറച്ചേറെ അടിക്കണം. അത്ര ജാമ്പുവാന്റെ കാലത്തെ കുക്കറാണ്. ഇനി ഞാൻ മേടിക്കത്തുമില്ല. ഇത് പോവാതെ ഞാൻ മേടിക്കത്തില്ല. വലിയ തരണമുണ്ട്, പക്ഷെ അത് ഞാൻ എടുക്കാറില്ല. അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഇച്ചിരി ഒഴിച്ചില്ലെങ്കിൽ ഈ കട്ട കൊഴുക്കുട്ട പരുവത്തിരിക്കും. അതും ഇവിടെ ഇഷ്ടമില്ല അല്ലേ അമ്മേ? കൊള്ളത്തില്ല. നമ്മുടെ ഹെഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഹെഡിന് ദേഹം വേദനയും ഇല്ലാത്ത വേദനയും ഒന്നുമില്ല ഒരിക്കലും. ദേഹം വേദന ഇല്ലാത്ത വേദന ജീവിതത്തിലില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മോൻ ഇന്ന് ഇതിന് പോണല്ലോ ഡ്രസ് ചെയ്യാൻ. ആ കൂട്ടത്തിൽ ഇതിനെ കൂടെ പാക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി 2 കുണ്ടിക്കിട്ട് 2 ഇഞ്ചക്ഷനും കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന സുഖമായി. അപ്പടി വേദനയാ. നടുവിന് വേദന, കഴുത്തിന് വേദന, തലയ്ക്കകത്ത് വേദന, ഒന്നിനും കൊള്ളത്തില്ല. വേറൊരിടത്ത് വേദന, മറ്റിടത്ത് വേദന ഇല്ലാത്ത ഒരു പാർട്സും ഇല്ല. അതുകൊണ്ട് ഞാനൊരു കണ്ണാടി ഉണ്ടാക്കി അതിനകത്തോട്ട് ഇരുത്തിയേക്കാൻ പോവാട്ടോ. നിങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് രാജു എന്തിയെ അമ്മ എന്തിയെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലാ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുത്താൻ പോവാന്ന്. 365 ദിവസവും വേദനയാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ ഇങ്ങനെയാ.
അതറിയാം, അത് പറയത്തൊന്നുമില്ല. അത് പോയാ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ പറയാം. കുഴിയിലോട്ട് പോയാ മതിയായിരുന്നു. ആ ചുമ്മാ വേദനയൊക്കെ വെച്ച്. ചുമ്മാതാണേ, ചുമ്മാതാട്ടോ. ഓടിക്കോ 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 ഓടിക്കോ. ഏതെങ്കിലും മനുഷ്യന് കുഴി പോകാൻ ആഗ്രഹമുണ്ടോ? അത് സുഖിച്ച് ലോലുപരായിട്ട് കഴിയുന്ന നമ്മുടെ രാജമ്മ പോകാൻ ആഗ്രഹമുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ നമ്മളോട് ഇങ്ങനെ പറയും ഒന്ന് കുഴിയിലോട്ട് പോയാൽ മതി, ഞാൻ അപ്പൊ ശ്രദ്ധിക്കത്തില്ല. വീണ്ടും പറയും ഒന്ന് കുഴിയിലോട്ട് പോയാൽ മതിയായിരുന്നു, അപ്പോഴും ഞാൻ ശ്രദ്ധിക്കത്തില്ല. അപ്പൊ നമ്മൾ പറയണം വേണ്ട അമ്മ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. എന്റെ മനസ്സിലുണ്ട് ഞാൻ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ളത്. പക്ഷെ ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്നറിയാം, അത് കേൾക്കണം വായിൽ നിന്ന്. ഇവിടെ എന്തിന്റെ കുറവ് പറ, നിങ്ങൾ എന്തിന്റെ കുറവ്? ഒരു പണി ഇല്ലാത്ത കൊണ്ടാണ് ദേഹം വേദന കൂടുന്നത്. ഞാനിവിടെ പറയും, സത്യം പറയുക. ഓരോ വയസ്സായ പ്രായമുള്ള അമ്മമാര് ഇപ്പോഴും അടുക്കളയിൽ കിടന്ന് മടച്ച് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി സ്വന്തമായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി വെക്കേണ്ടി വരുന്ന അമ്മമാരെയൊക്കെ എനിക്കറിയാം. പല അമ്മമാരെ നമുക്കറിയാവുന്ന കാര്യം. ഇവിടെ ഒന്നും ഇതിപ്പോ അരിഞ്ഞു തന്നില്ല പോലെ അമ്മയുടെ ഇഷ്ടത്തിൽ അരിയുന്നതാണ്. എല്ലാവർക്കും അറിയാം. അതായത് അമ്മയ്ക്ക് കൈക്കും കാലിനും കൈയൊക്കെ ഇങ്ങനെ വിറക്കാതിരിക്കാനൊക്കെ ഒരു ഉറപ്പ് വരാൻ വേണ്ടി സ്വന്തമായിട്ടിരുന്ന് അരിയുന്നതാണ്. ഞാനും പിന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ബലമായിട്ട് പറഞ്ഞ അമ്മ ഇത് അരിഞ്ഞേ പറ്റുമോ, അങ്ങനെ ഒരിക്കലും നമ്മൾ അറിയില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനതൊന്നും പറയാൻ പറ്റില്ലേ. ഇത് ഒന്നിനും കുറവില്ല. ഒരു ഇത്തിരി മതി കേട്ടാൽ എന്നെ ശരിയാക്കും. ഇത്തിരി മതി. എൻ്റെ ചേച്ചിമാർക്ക് രണ്ടിനും അറിയാം കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇത്ര ഉളപ്പില്ലേ, നമ്മളൊക്കെ പോയി ഇഞ്ചക്ഷൻ അങ്ങ് ചെയ്യിക്കണം. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പോലെ പോലെ ഇതൊക്കെ ചീത്തല്ലേ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ എന്നാ ചീത്ത നോക്കാനാണ് എന്നോട് പറഞ്ഞത്. ശരി ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. കൊച്ചിന്റെ കാല് ഡ്രസ്സ് ചെയ്യാനിന്ന് പോണേ. അപ്പൊ ഡോക്ടർ നൊയമ്പിന്റെ ഒക്കെ ആയതുകൊണ്ട് അവർ 6 മണി 6:30 ആകുമ്പോൾ നൊയമ്പിന്റെ ഇത് കഴിയുമല്ലോ അല്ലെ. അതുപോലെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ ഞാനിന്ന് ഇന്നലെ പോയേ, ഞാനും ചേട്ടനെയും കൂടെ. അപ്പൊ നാളത്തെ കാര്യമൊക്കെ ഒന്ന് പറയണം. ഇന്ന് രാവിലെയാണ് ഫിക്സ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചു പറയായിരുന്നു. അപ്പൊ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സബിതേന്ന് അവരെ എന്നാൾ പറഞ്ഞല്ലായിരുന്നു. സബിത പറഞ്ഞു സൂചേട്ടാ സൗദിയിലായിരുന്നപ്പോ ചേട്ടനൊക്കെ ഈ നൊയമ്പിന്റെ കഞ്ഞി ഉണ്ടല്ലോ, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല, അതൊക്കെ ചേട്ടൻ അവിടെ വെച്ച് എല്ലാവരും കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പൊ ചേട്ടൻ ഇന്നാൾ പ്രാവശ്യം പോയപ്പോ ഈ നൊയമ്പ് കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോ സവിത പറഞ്ഞു, സത്താറിന്റെ വൈഫ് സവിത പറഞ്ഞു സൂചേട്ടന് കഞ്ഞി ഞാൻ കൊണ്ട് തന്നിരിക്കും, സത്താറിന്റെ കൊടുത്തു വിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു കഞ്ഞിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരിക്ക് വയ്യായിരുന്നു, സുഖമില്ലായിരുന്നേ. അപ്പൊ ഞാൻ ഇക്കാടെ കൊടുത്തു വിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കഞ്ഞിയേക്കാൾ ആവശ്യം എനിക്ക് ചക്ക, ഇവിടെ ഉണ്ട് ചക്ക എന്ന് പറഞ്ഞ ആരും കേട്ടിട്ട് അങ്ങോട്ട് പോകണ്ട, എന്റെ ആള് കേട്ടോ. അവിടെ നിന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കാത്തിരിക്കുവാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ അവർക്ക് നൊയമ്പിനി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ പറയാൻ കാരണം. അപ്പൊ നമുക്ക് കഥകളിലേക്ക് വീണ്ടും പോകാം. അപ്പൊ നാളെ ഫിക്സ് ചെയ്തു, ഇന്ന് രാവിലെ തന്നെ ഫിക്സ് ചെയ്തു. ഇന്നും ചീരവിയലും വെക്കണം, പിന്നെ പറയാവേ. അപ്പൊ നമുക്ക് ചീരവിയലും ചേർക്കാം. അതിനിപ്പുറം മീൻ വറക്കാനും വെച്ചേക്കാം. പിള്ളേർക്ക് മീൻ വേണ്ടേ? നമുക്കില്ലേലും സാരമില്ല, ഞങ്ങൾക്കിന്നില്ല മീൻ വേണ്ട, ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ വറ്റയുടെ ഇന്നും കൂടെ നമ്മൾ ഒപ്പിച്ചു. വറ്റ അങ്ങനെ ഇന്നുകൂടെ ഒപ്പിച്ചു. അത് തീ കത്തിച്ച് പതുക്കെ അവിടെ ഇരുന്ന് മൂക്കട്ടെ. ഇതിന്റെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കണം. ഇവിടെ മുഴുവൻ ഭയങ്കര ആൾക്കൂട്ടമായിട്ട് അവിടെ ഇരിക്കുകയാണ്. എല്ലാം മാറ്റാം, എല്ലാം മാറ്റി ഒതുക്കണം. അങ്ങനെ നമ്മുടെ ചീരവേലിനുള്ള അരപ്പിന് കരിവേപ്പില് എല്ലാം ഇട്ടു. ചീരവേൽ എല്ലാവർക്കും അറിയാലോ. ഒരു വ്ലോഗ് തുടങ്ങിയിട്ട് 1 വർഷം 2 വർഷം തന്നെ ചീരവേൽ വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ തന്നെ ദൈവമേ എന്നെ ഓടിച്ച് ശരിയാക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓരോ കറി വെക്കുമ്പോഴും ടെൻഷനാ. വെച്ചത് തന്നെ വെക്കുമ്പോ ആൾക്കാർ എറിഞ്ഞോടിക്കുമോന്ന്. അതിനിപ്പോ ഞാൻ ഇച്ചിരി നാരങ്ങാളൊക്കെ കലക്കി വെച്ചായിരുന്നു കേട്ടോ. എന്റെ ആരോഗ്യം ആ നാരങ്ങാവെള്ളം ഡെയിലിയും കുടിക്കും. നാരങ്ങാവെള്ളം അല്ലെങ്കിൽ ജ്യൂസ്, മറ്റേ
ചൈനീസ് ഓറഞ്ച്. അപ്പം നമുക്ക് ഇതിനെ നല്ലതായിട്ട് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. മാങ്ങായും എല്ലാം കൂടി ഇട്ടാ വേകാൻ വെച്ചത്. ചക്കക്കുരു, ചീരത്തണ്ട്, ചീരയില. ചിലവരില്ലേ അങ്ങ് പടിഞ്ഞാറോട്ടൊക്കെ എങ്ങനെയാണെന്നറിയാവോ, നമ്മുടെ പണാവള്ളിയിലൊക്കെ ചേട്ടന്റെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു മച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണ് ചേച്ചിയൊക്കെ വെക്കുമ്പോ ചീരമേൽ വെക്കുമ്പോഴേ കുമ്പളങ്ങയൊക്കെ ഇടും ഇതിനകത്ത്. ഇവിടെ നമ്മുടെ കോട്ടയത്ത് അങ്ങനെ കുമ്പളങ്ങ അതൊന്നും ഇടത്തില്ല. അതിന് കുമ്പളങ്ങയല്ല, സോറി, വെള്ളരിക്ക. അപ്പൊ കോട്ടയത്ത് ചീരമേൽ എന്ന് പറഞ്ഞാൽ ചീര മാത്രമേ ഉള്ളൂ നമ്മുടെ കോട്ടയത്ത്. പടിഞ്ഞാറോട്ടെല്ലാം അങ്ങനെ വെക്കും. അപ്പൊ നമുക്ക് ഉടയാത്ത ചക്കക്കുരു ഉണ്ടെങ്കിൽ കുത്തി അങ്ങോട്ട് ഉടയ്ക്കുക കേട്ടോ. ഉടച്ചിട്ടൊക്കെ നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ചീരവേലൊക്കെ റെഡിയായി കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒത്തിരി നാളായാലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. എല്ലാം ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. ചൂട് കാരണം കേട്ടോ. ചീരവേലും പുളിശ്ശേരി എനിക്കത് മതി. കോമ്പിനേഷനായിട്ട് ചില കോംബോ ഇല്ലേ ഡ്രസ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ചീരവേലും പുളിശ്ശേരിയും കൂടെ കൂട്ടിവിടാൻ കഴിഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. ചേരുന്ന കറികൾ വേണം അല്ലേ. ചക്കക്കുരു മഞ്ഞൻ കറി, ഉണക്കമീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചക്കക്കുരു മാങ്ങൻ കറി, പീര, കുഞ്ഞു മീൻ പീര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പല പല കോമ്പിനേഷനിലെ മാങ്ങാ ചമ്മന്തി അടിപൊളിയല്ലേ. ഉണക്കമീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ ആരും നല്ല ഞാൻ നോക്കണം ചൂടെ. നിങ്ങൾ പറഞ്ഞാൽ നോക്കണോ വേണ്ടയോ? നിങ്ങൾ നോക്കാനല്ലേ പറഞ്ഞേ? ശരി, ഞാൻ നോക്കാം. അതേപോലെ ഒന്നുകൂടെ ഇച്ചിരി തിന്നണം, അത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കാൻ പറഞ്ഞോന്ന് ഞാൻ എങ്ങനെ അറിയുന്നല്ലേ? നോക്കാൻ പറഞ്ഞേക്കാം, അതുകൊണ്ടാണ് നോക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്. ചക്കക്കുരു നല്ലതായിട്ട് വെന്തു കേട്ടോ. വെടിക്കുരു ഞാനെല്ലാം വിളിച്ചു പോയി. ചിലവരൊക്കെ ഒളിച്ചു വെക്കും. എന്റെ പരിപാടി ഇല്ല. ഇവിടെ ആണേലും എല്ലാം വിളിച്ചു പോയി. അപ്പൊ പറഞ്ഞു തന്നെ. അപ്പൊ നാളെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരെ വിളിച്ച് ഒരു 50 പേര് നമ്മുടെ ഇവിടെ ഉള്ള എനിക്ക് പറ്റുന്ന എൻ്റെ ബ്ലോഗ് കാണുന്ന എന്നാ ഞാൻ പറയുന്നത്. നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് നമ്മളൊരു ഫംഗ്ഷൻ നടത്തുന്നു. വൈകിട്ട് 7 മണിക്ക് കേട്ടോ. കേക്ക് കണ്ടിട്ടില്ല. അപ്പം മുൻകൂട്ടി വെച്ചിട്ട് വരാം പറയാം. അപ്പൊ മുൻകൂട്ടി വാ കഴിയില്ല കേട്ടോ. ഓ എന്നാ കഴുകാൻ പിന്നെ കഴുകാം അല്ലേ. മുൻകൂട്ടി ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരെയും എൻ്റെ സപ്പോർട്ട് കട്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അംഗങ്ങളെയും ഞാൻ ഹാർദമായി സ്വീകരിക്കുന്നു. ശരിക്കും സ്വീകരിക്കുകയാണ്. അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ട് 7 മണി നാളെ കേട്ടോ വന്നേക്കണം. കേക്ക് കണ്ടിക്കല് എന്നൊക്കെ ചെറിയൊരു ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരെ പറഞ്ഞു വിടുന്നു. ചേച്ചിമാരൊക്കെ വരും. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അല്ല, നാളത്തെ വിശേഷങ്ങൾ. നാളത്തെ വിശേഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന്. കാരണം മോൻ ഒരു വർഷം പോയിട്ടുണ്ട് കേക്കിന്റെ കാര്യം ഓർഡർ ചെയ്യാൻ. പിന്നെ ചേട്ടൻ ഒരു വർഷം പോയേക്കുന്നു. വലിയതായിട്ടുള്ള ഇതൊന്നും അല്ല കേട്ടോ. ആരും അങ്ങനെ ചിന്തിക്കല്ലേ. അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല. അങ്ങനൊന്നും അത്ര വലിയ ആൾക്കാരായിട്ടൊന്നും ആയില്ല നമ്മൾ യൂട്യൂബിന്റെ കേട്ടോ. അതുകൊണ്ട് അങ്ങനൊന്നും ആരും ആഗ്രഹിക്കരുത്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് ആൾക്കാർക്ക് വിളിച്ചൊന്ന് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ പൈസ കിട്ടിയ പൈസ മുഴുവൻ അതിനായിട്ട് ഞാൻ കൊടുത്തു. അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ അത് പോരെങ്കിലേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചേട്ടനല്ലേ ഉള്ളേ. ഓ അതിനകത്തൊന്നും കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞിട്ടല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. പക്ക സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ നമുക്ക് അടുത്ത ഡോളറും ഒക്കെ എല്ലാ മാസവും ഇന്നിപ്പോ 29 അല്ലേ, നമുക്ക് എങ്ങനെയാണെന്നറിയാവോ, കഴിഞ്ഞ മാസത്തെ സാലറി ആണെങ്കിൽ ഈ മാസം വന്നു കേട്ടോ. ഈ മാസത്തിൽ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം എനിക്കുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഡോളറൊക്കെ ആവുന്നുണ്ട്. അടുത്ത മാസം അത് വരും കേട്ടോ. അടുത്ത മാസം കൂടെ എന്റെ ഉറപ്പാ വരുമെന്നുള്ളത്. പിന്നത്തെ എനിക്കറിയില്ല കേട്ടോ. എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പിന്നത്തെ നമുക്ക് ഇപ്പൊ അറിയത്തില്ല. അടുത്ത മാസത്തെ ഡോളറും കൂടെ എനിക്കാവും. അപ്പം അതെനിക്ക് അടുത്ത മാസം കിട്ടും. പിന്നത്തെ മാസം ഒന്നും അറിയത്തില്ല, അതൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അടുത്ത മാസത്തെ കഴിഞ്ഞിട്ടില്ല നമുക്ക് ആ വര ഇങ്ങനെ വന്നിട്ട് വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഇന്ന് 29-ാം തീയതി അല്ലേ, ഇന്നുകൊണ്ട് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അടുത്ത മാസത്തെ സാലറി ഇന്നുകൊണ്ടുള്ള വ്യൂസ് കൊണ്ട് ഡോളർ കൊണ്ട് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. എന്റെ ബുദ്ധി വെച്ച് ഞാൻ ഒരെണ്ണം കിട്ടിയോണ്ട് ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് കറക്റ്റ് തീർന്നു. നാളെ ഐശ്വര്യമായിട്ട് ഇന്ന് ഐശ്വര്യമായിട്ട് പുതിയ എടുത്തു വെക്കാം. 23-ാം തീയതി ഗ്യാസ് തീരേണ്ട ദിവസമായിരുന്നേ. 24, 25, 26, 27, 28 6 ദിവസം കൂടെ കിട്ടി. എന്താണെന്നറിയാം സംഭവം? സോളാറിന്റെ മണ്ണെടുപ്പാടി സോളാറിന്റെ ഉണ്ടല്ലോ, തിളച്ച വെള്ളം നമ്മുടെ അടുക്കളയിലെ ഒരു പൈപ്പിലെ അതിനകത്തു നിന്നാണ് തിളപ്പിക്കാനും ചോറിന് വെക്കുന്നതും അല്ല. അപ്പൊ പെട്ടെന്ന് തിളയ്ക്കുമല്ലോ. എന്നാ ഐഡിയ എന്റെ അല്ലേ. അങ്ങനൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നോണ്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഗ്യാസ് തീർന്നു. ഇപ്പൊ നമ്മൾ എടുക്കുന്നു. തീർന്നോളി, നിങ്ങള് കത്തിച്ച് നോക്കട്ടെ, എന്നെ പറ്റിക്കുവാണോന്നേ. തീർന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗ്യാസിനെ കൂടെ നീക്കി വെച്ചേക്കാം അല്ലെ. എല്ലാം സ്വന്തമായിട്ടാ ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ചേട്ടനൊന്നും അല്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മൾ തന്നെ സ്വന്തമായിട്ട്. കാരണം ചേട്ടനെ ഒക്കെ നോക്കിയിരുന്നിട്ടുണ്ട്. ചേട്ടൻ ഗൾഫിലല്ലായിരുന്നോ. നമ്മൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം അവർക്ക് കൊടുക്കാവുള്ളൂ. കാരണം ഇതൊക്കെ നമുക്ക് അയൽവക്കത്ത് പോയി വിളിച്ചിട്ട് എനിക്കൊന്ന് ഗ്യാസ് മാറ്റി തരണേന്ന് പറയാൻ പറ്റുമോ? ഇനി പുതിയ ഗ്യാസ് എടുത്തിട്ട് വരാം, കാണിക്കാം. പുതിയ അങ്ങോട്ട് മാറ്റി ഇനി ഇത് വെച്ചാണ് ഞാൻ അതിൻ്റെ ഇതൊക്കെ കളയുന്നത്. കണ്ടോ? ഇനി നമ്മുടെ ചിലപ്പോ എന്റെ ഷോൾ വെച്ചായിരിക്കും, ചിലപ്പോ എന്റെ ഇത് വെച്ചായിരിക്കും പിടിച്ച് വലിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് ചേർത്ത് വെക്കുക. അപ്പം വെച്ചാൽ അവിടുന്ന് കേട്ടാ വരും, എന്നോട് പറഞ്ഞാൽ പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇട്ടിട്ട് ഞാൻ തന്നെയല്ലേ വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ വെച്ചെങ്കിലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള ധാരണയാട്ടോ, പൊട്ട ധാരണ. വെച്ചു. സൗണ്ട് കേട്ടോ കേട്ടോ, കേട്ടില്ലത്. കേട്ടു, കേട്ടു. കത്തി ഞാൻ അങ്ങോട്ട് നീക്കി വെക്കട്ടെ. അല്ല ഇത് നമുക്കറിയത്തില്ലെങ്കിൽ അയ്യോ എന്റെ ഗ്യാസ് തീർന്നേ, ഓടിവായോ എനിക്കിതൊന്ന് വെച്ച് തരണേ. 10 പേരുടെ കാലും കൈയും പിടിച്ച് കാലും കൈയും പിടിക്കാൻ പറ്റുക. കാലും കൈയും പിടിക്കാതെ കുറേ നമ്മൾ ജീവിക്കണം സ്വന്തമായിട്ട് കേട്ടോ. അല്ലെ വലിയ പാടാ. നാളെ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചെയ്യാവുന്ന ജോലികൾ സ്വന്തമായിട്ട് ചെയ്യണം. അല്ലെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും അറിയത്തില്ല. വിയർത്ത് കുളിക്കുവാണ്. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും അറിയത്തില്ല. അറിയത്തില്ലാത്തത് അറിഞ്ഞ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിയാം ശരിക്കും പറഞ്ഞ അല്ലേ. അപ്പം ജീരവിയലായി, മീൻ വറക്കാനിട്ടു, മെഴുക്കോട്ടിടയായി. ഇനി ഞാൻ ചെറിയ കുറച്ച് പണികളുണ്ട്. 2-3 കൂട്ടുകാരോട് ചെന്ന് പറയാനുണ്ട്. അപ്പൊ അതോടെ ചെന്ന് പറഞ്ഞിട്ടൊക്കെ കാണാം നാളത്തെ കാര്യം. അപ്പൊ നമുക്ക് 1 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോണേ. എല്ലാം കൂടെ കൂട്ടി ചോറുണ്ടെന്നു. കൊച്ചുങ്ങളെ ഉണ്ട് കഴിഞ്ഞു. ഒരാളിതെ ഉണ്ടതിന്റെ ബാക്കിയാണ്. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടല്ലോ കേട്ടോ. മരുഭൂമിയിലോ. അപ്പൊ ഞങ്ങള് ചായ കൂടി എല്ലാം കഴിഞ്ഞു. നന്ദുക്കുട്ടനെ എന്റെ മൂത്ത സന്താനം പറയാ ആടുജീവിതം കാണാന് നമുക്ക് പോണം. അല്ല അവനൊക്കെ പോന്നു. അപ്പൊ നമ്മള്
പോണോ? ഞാൻ പറഞ്ഞു ഞങ്ങളിപ്പൊ ഇല്ലാന്ന് പറയാ, നാട് ജീവിതമൊക്കെ കാണും. നമ്മുടെ അമ്മ അതേ ഷൂട്ടിങ്ങിന് വന്നോ, ഞാൻ വിളിച്ചേല കേട്ടോ, ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞു കണ്ടോ. ഇപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അമ്മ ഒന്നും വന്നേ അതേന്നെ, വന്നില്ലെങ്കിൽ പ്രയാസ. അങ്ങനെ വേണം. വന്നില്ലെങ്കിൽ പ്രയാസമാ. അതെല്ലേ. അതെ. നമ്മുടെ റോസ്വില്ല പറയാണേ, റോസ്വില്ലയുടെ മുടി എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്നു, അതുപോലെ മുടിയുണ്ട്, അതുകൊണ്ടല്ലേ റോസ്വില്ല എന്ന് പറയുന്ന ചാനലില്. ആണോ? എന്റെ ദൈവമേ, അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ എന്നാണോ എനിക്കൊക്കെ ഇത് വരുന്നത്, മുടി വളരുന്നത്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ മുടി വന്നാൽ ഞാനും ഡൊണേറ്റ് ചെയ്യും, ഉറപ്പുള്ള കാര്യം. ഇപ്പം പകുതി പോലും ആയില്ല, എന്നിട്ടായി പറച്ചില് പറയുന്നത് അല്ലേ. അനിലാകുമാരി, അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞ കാര്യം എഴുതി വെച്ചേ. അപ്പൊ നമ്മുടെ ഉഷാ വിജയൻ പറഞ്ഞേ, ഉഷാ വിജയന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, അമ്മയുടെ ബർത്ത്ഡേ ദിവസം. അതേന്ന്. അപ്പൊ മോന് വലിയൊരു ഹാപ്പി ബർത്ത്ഡേ പറയാ. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ദിവസമായില്ലേ. ഉഷാ വിജയന്റെ മോന് ഹാപ്പി ബർത്ത്ഡേ. എന്റെ അമ്മയുടെയും കേട്ടാ. ദീർഘായുസ്സായിട്ട് നല്ല ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കും. നല്ല കേട്ടാ. ഷീല ശ്യാം പറഞ്ഞു ഒരു ഹായ് പറയണം. ഹായ് ഷീല ശ്യാം കേട്ടോ. ഗീതാകുമാരി മോന് ഒരു ചക്കര ഉമ്മ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീതാകുമാരി കേട്ടോ. ഗീതാകുമാരി പാവം എന്ത് നീളത്തിലായ, നടുവേനൊക്കെ മാറിയോ, തീരെ വയ്യായിരുന്നല്ലോ, എല്ലാം മാറിയോ. ഇത്രയും നീളത്തിലാണ് ഗീതാകുമാരി കമന്റ് ഇടുന്നമ്മേ. പാവം ഒരു മടിയില്ലെന്നുള്ളതാ കേട്ടോ. എനിക്ക് അതിന് ഭയങ്കര ഇതാട്ടോ, സന്തോഷം. ഒരു മടിയില്ലല്ലോ, എല്ലാവരുടെയും ബ്ലോഗിൽ ഇത്രയും നീളത്തിൽ ഇടുന്നുണ്ട് അല്ലേ. അപ്പം എന്റെ മോന് ഒരു കുഴപ്പം ഇനി വരത്തില്ല, ദൈവം രക്ഷിച്ചല്ലോ, എല്ലാവരും അങ്ങനെ പറഞ്ഞായിരുന്നു. ഒത്തിരി പേര് മോനെ ചക്കരയുമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ചക്കരയുമ്മ എന്റെ മോന് ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കേട്ടല്ലോ. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ഇതൊക്കെയാണ്. നാളത്തെ വിശേഷങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. നാളത്തെ വിശേഷത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കേട്ടോ, ഈ കാറിനെ അങ്ങോട്ട് മാറ്റിയിട്ടാ മതി. ഇവിടെ നമ്മുടെ 50-52 പേർക്കുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ഇത് തന്നെ. അപ്പൊ ഇവിടെ ഇനിയിപ്പൊ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം മോന്റെ കാലിനെ കൊണ്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ പോകാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിക്കോട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലേ, ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പാവത്തിനെ ഒന്നും ഓർപ്പിച്ചില്ല കേട്ടോ. നല്ലതാ, ഈ ബ്രെയിന് നല്ലതാ, നമ്മളിങ്ങനെ എപ്പോഴും ഓർപ്പിച്ച് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ. ടാറ്റ.